നമസ്കാരം. പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി അല്ലെങ്കിൽ പോമിസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഓഫീസ് സ്കീമിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി എന്ന് പറയുന്ന പോസ്റ്റ് ഓഫീസ് സ്കീം ഒരു സ്മോൾ സ്കെയിൽ ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റുന്ന ഒരു പദ്ധതി എന്നാണ് ഈ ഒരു സ്കീമിനെ പറ്റി പലപ്പോഴും ആളുകൾ ധരിച്ചിട്ടുള്ളത്. നമ്മൾ 9 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു, 5550 രൂപ പ്രതിമാസം അക്കൗണ്ടിലേക്ക് വരുന്നു, ഇങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സിനാരിയോ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 20 ലക്ഷം 30 ലക്ഷം 40 ലക്ഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പണമുണ്ട്, നിങ്ങൾ അതൊരു FD ആയിട്ടോ സേവിങ്സ് ആയിട്ടോ വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. എത്രയായിരിക്കും മാക്സിമം നിങ്ങൾക്ക് അതിൽ നിന്ന് പലിശയായിട്ട് ലഭിക്കുന്നത്? ഒരു 4-5% മാത്രമായിരിക്കും അല്ലേ? നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് അന്വേഷിക്കുന്ന സമയത്ത് അവർ നിങ്ങളോട് പറയുന്നു ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം ആയി കഴിഞ്ഞു. ജോയിന്റ് അക്കൗണ്ട് ആയിട്ട് പോമിസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും 9250 രൂപയ്ക്ക് മുകളിൽ പ്രതിമാസം നേടാൻ പറ്റില്ല എന്ന് അവർ പറയും അല്ലേ? ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ലീഗലായിട്ട് ഈ ഒരു ബാരിയർ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ 9250 രൂപ എന്നതിനപ്പുറത്തേക്ക് അതിലും കൂടിയ എമൗണ്ട് പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതിയിൽ നിന്നും എങ്ങനെയാണ് ലഭിക്കാൻ നമുക്ക് സാധ്യതയുള്ളത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സാധാരണ ഒരു സിംഗിൾ അക്കൗണ്ടിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള 5550 രൂപ എന്ന് പറയുന്ന ബാരിയർ മാറ്റിക്കൊണ്ട് 22,200 രൂപ ഒരു പ്രതിമാസ സാലറി പോലെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാനുള്ള ഒരു വഴിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞുതരാൻ പോകുന്നത്. അതും ഇന്ത്യ ഗവൺമെന്റിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബാക്കപ്പോട് കൂടി. നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് ഇൻവെസ്റ്റ്മെന്റിന്റെ സേഫ്റ്റിയും അതുപോലെ തന്നെ ഒരു ഹൈ വാല്യൂ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേണും ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണേണ്ടത് വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ്. പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി അല്ലെങ്കിൽ POMIS എന്ന് പറയുന്ന സ്കീമിലേക്ക് ഒരു അക്കൗണ്ട് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ അല്ലെങ്കിൽ യോഗ്യതാ മാനദണ്ഡം എന്തൊക്കെയാണ്? ആദ്യം ഒരു ഇന്ത്യൻ പൗരനായിരിക്കുക എന്നതാണ്. അതുപോലെ തന്നെ 18 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരിക്കണം. പക്ഷേ 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടിയുടെ രക്ഷിതാക്കൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 100% ഗവൺമെന്റിന്റെ ബാക്കപ്പ് ഉള്ള ഗ്യാരണ്ടി ഉള്ള വളരെ സുരക്ഷിതമായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം. ഇതിന്റെ പ്രധാനപ്പെട്ട ഗോൾ എന്താണ്? ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മളൊരു വലിയ ലംസം എമൗണ്ട് ഇതിലേക്ക് നിക്ഷേപിക്കുന്നു. നമുക്ക് പ്രതിമാസം ഒരു വരുമാനം, അതായത് അതിൽ നിന്നുള്ള പലിശ പ്രതിമാസ വരുമാനം എന്നോണം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു. അത് പല ആളുകൾക്കും വളരെ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ പ്രതിമാസ വരുമാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം. പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതിയുടെ ഇപ്പോഴത്തെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 7.4%. ഈ ഒരു പലിശ നിരക്ക് എന്ന് പറയുന്നത് ഓരോ വർഷവുമാണ് പേ ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ സ്റ്റാൻഡേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. കാരണം പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിന്റെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ വേറൊരു സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതിലേക്കാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇതിന്റെ ഒരു ബേസിക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു പോമിസിന്റെ നമുക്ക് 2 രീതിയിലാണ് പോമിസിൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് സിംഗിൾ അക്കൗണ്ട് ആയിട്ടും 2 ജോയിന്റ് അക്കൗണ്ട് ആയിട്ടും. ഒരാൾക്ക് സിംഗിൾ അക്കൗണ്ട് ആയിട്ടാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 9 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ഇതിലേക്ക് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. 9 ലക്ഷം രൂപ. ഇനി ജോയിന്റ് അക്കൗണ്ട് ആയിട്ടാണ് 1, 2, 3 പേർ ചേർന്നുള്ള ഒരു ജോയിന്റ് അക്കൗണ്ട് ആയിട്ടാണ് പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 15 ലക്ഷം രൂപയാണ് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 9 ലക്ഷം രൂപ ലംസമായിട്ട് ഒരാൾ സിംഗിൾ അക്കൗണ്ട് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രതിമാസം 5550 രൂപ, അതായത് ഇപ്പോഴത്തെ പലിശ നിരക്ക് അനുസരിച്ചിട്ട് പ്രതിമാസം 5550 രൂപയാണ് ഈ സിംഗിൾ അക്കൗണ്ട് ഹോൾഡറുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് ഓരോ മാസവും. അതുപോലെ തന്നെ ജോയിന്റ് അക്കൗണ്ട് ആയിട്ട് മാക്സിമം എമൗണ്ട് ആയ 15 ലക്ഷം രൂപ ജോയിന്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രതിമാസം 9250 രൂപ ഈ ഒരു അക്കൗണ്ട് ഹോൾഡറുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു. ഇവിടെയാണ് പല ആളുകളും സ്റ്റക്ക് ആവുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബാങ്കിൽ എനിക്ക് എൻ്റെ കയ്യിൽ ഒരു 30 ലക്ഷം രൂപയുണ്ട്, എനിക്കത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ നിരക്ക് വളരെ കുറവാണ്. പക്ഷേ ഈ ഒരു POMIS എന്ന് പറഞ്ഞ പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതിയിൽ ലഭിക്കുന്ന എമൗണ്ട് വളരെ തുച്ഛമാണ്. ഈ ഒരു 30 ലക്ഷം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എന്ത് ചെയ്യും? ഇത്തരത്തിലൊരു കൺഫ്യൂഷൻ പല ആളുകളെയും അലട്ടാറുണ്ട്. നിങ്ങൾക്കൊരു ഇത്തരത്തിലുള്ള സർപ്ലസ് എമൗണ്ട് ഉണ്ടെങ്കിൽ ഒരു ഫാമിലി ട്രീ സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 1, നിങ്ങൾ ഒരു ജോയിന്റ് അക്കൗണ്ട് ആരംഭിക്കുക. ആരുമായിട്ട്? നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കൂടി ഒരു ജോയിന്റ് അക്കൗണ്ട് ആരംഭിക്കുന്നു എന്നിരിക്കട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കൂടിയിട്ടായാലും കുഴപ്പമില്ല. ഒരു ജോയിന്റ് അക്കൗണ്ട് ആയിട്ട് നിങ്ങളൊരു 15 ലക്ഷം രൂപ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ ആദ്യം നിക്ഷേപിക്കുന്നു.
അവിടെ നിർത്തരുത്. ബാക്കിയുള്ള 15 ലക്ഷം രൂപ, നമ്മൾ 30 ലക്ഷം രൂപ കയ്യിലുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ 15 ലക്ഷം രൂപ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കൂടി നിക്ഷേപിക്കുന്നു. ബാക്കിയുള്ള 15 ലക്ഷം രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരിൽ മറ്റൊരു ജോയിന്റ് അക്കൗണ്ട് ആയിട്ട് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിലേക്ക് നിക്ഷേപിക്കാം. ഇതിന്റെ ഗുണം എന്താണ്? ടാക്സ് ഫ്രീ എമൗണ്ട് ആയിട്ട് ഒരു പെൻഷൻ പോലെ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ മൂല്യം ആസ്വദിക്കാൻ പറ്റും. സോ ടോട്ടൽ എത്രയാണ് നിക്ഷേപിച്ചത്? 15 ലക്ഷം രൂപ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും ബാക്കി 15 ലക്ഷം രൂപ നിങ്ങളുടെ അച്ഛനും അമ്മയും ചേർന്ന്, ഒരു കുടുംബത്തിലെ 4 പേർ ചേർന്ന് 2 ജോയിന്റ് അക്കൗണ്ട് ആയിട്ട് 30 ലക്ഷം രൂപ POMIS ൽ നിക്ഷേപിക്കുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പ്രതിമാസം ലഭിക്കുന്ന ഏകദേശ വരുമാനം എന്ന് പറയുന്നത് 18,500 രൂപയായിരിക്കും. സോ ഇത് ചെയ്യുന്നതിന്റെ ഗുണം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിന് ഒരു പെൻഷൻ പോലെയുള്ള ഒരു വരുമാന സ്രോതസ് ഒരുക്കി കൊടുക്കുന്നു. സോ 18,500 രൂപ 5 വർഷത്തേക്ക് നിങ്ങൾക്ക് ഓരോ മാസവും വെച്ച് കിട്ടുന്ന സമയത്ത്, അതായത് 4 പേർക്കും കൂടി ഓരോ മാസവും 18,500 രൂപ കിട്ടുമ്പോൾ 5 വർഷത്തേക്കാവുന്ന സമയത്ത് ഏകദേശം 11,10,000 രൂപ നിങ്ങൾക്ക് ഏർണിംഗ് ആയിട്ട് മാത്രം, റിട്ടേൺ ആയിട്ട് മാത്രം ലഭിക്കുന്നു. ഇനി മറ്റൊരു വഴി എന്താണെന്ന് വെച്ചാൽ, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കൂടി ചേർന്ന് ഒരു ജോയിന്റ് അക്കൗണ്ട് 15 ലക്ഷം രൂപ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിലേക്ക് നിക്ഷേപിക്കുന്നു. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ, നിങ്ങളുടെ പാരന്റ്സ് അവിടെയുണ്ട്, അവരെ നമ്മൾ ഇത്തവണ ജോയിന്റ് അക്കൗണ്ട് ആയിട്ട് അവരുടെ പേരിൽ നിക്ഷേപിക്കുന്നില്ല. അച്ഛന്റെ പേരിൽ 9 ലക്ഷവും അമ്മയുടെ പേരിൽ 9 ലക്ഷവും സെപ്പറേറ്റ് സിംഗിൾ അക്കൗണ്ട് ആക്കിയിട്ട് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ നിക്ഷേപിക്കുന്നു. സോ ഭാര്യയുടെയും നിങ്ങളുടെ പേരിൽ 15 ലക്ഷം രൂപ ജോയിന്റ് അക്കൗണ്ട്, അച്ഛന്റെയും അമ്മയുടെയും സെപ്പറേറ്റ് സിംഗിൾ അക്കൗണ്ട് ആയിട്ട് 18 ലക്ഷം രൂപ. സോ ടോട്ടൽ എത്ര നിക്ഷേപിച്ചു? 18 + 15 33 ലക്ഷം രൂപ നിങ്ങൾ ടോട്ടൽ ഇതിലേക്ക് നിക്ഷേപിക്കുന്നു. ഇപ്പോൾ ലഭിക്കുന്ന മൊത്തം പ്രതിമാസ വരുമാനം എന്ന് പറയുന്നത് 20,000 രൂപയോളമായിരിക്കും. സോ 20,000 രൂപ 5 വർഷത്തേക്ക്, അതായത് 60 മാസത്തേക്ക് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ലഭിക്കുന്ന ഏർണിംഗ്സ് എന്ന് പറയുന്നത്, 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ ലഭിക്കുന്ന ഇൻകം എന്ന് പറയുന്നത് 12 ലക്ഷം രൂപ. ഇത് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഈ പറഞ്ഞ 4 പേരുടെയും പേരിൽ 9 ലക്ഷം രൂപ സെപ്പറേറ്റ് സിംഗിൾ അക്കൗണ്ട് ആയിട്ട് നിങ്ങൾ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ നിക്ഷേപിക്കുന്ന സമയത്ത് ടോട്ടൽ എത്രയാണ്? 9 × 4 36 ലക്ഷം രൂപ നിങ്ങൾ ടോട്ടൽ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിലേക്ക് നിക്ഷേപിക്കുന്നു. സോ സിംഗിൾ അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന പ്രതിമാസ വരുമാനം ഏകദേശം 5,520 രൂപയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ 5,520 രൂപ പ്രതിമാസം ഗുണം 4 പേർക്ക് 5,520 രൂപ ഒരു മാസം വെച്ച് കിട്ടുന്ന സമയത്ത് അത് മൊത്തത്തിൽ ഉണ്ടാകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 22,200 രൂപയാണ്. ഇത് ഞാൻ മുമ്പേ പറഞ്ഞ ഓപ്ഷനേക്കാൾ 2,200 രൂപ കൂടുതലാണ്. അതിന്റെ ഗുണം എന്താണ്? 11% എക്സ്ട്രാ ഏർണിംഗ്സ് ലഭ്യമാകുന്നു. സോ മൊത്തത്തിൽ പരിശോധിക്കുന്ന സമയത്ത് 22,200 ഗുണം 60 മാസങ്ങൾ, അതായത് 22,200 രൂപ 5 വർഷത്തേക്ക് റിട്ടേൺ ആയിട്ട് ലഭിക്കുന്ന സമയത്ത് മൊത്തം ലഭിക്കുന്ന തുക 13,32,000 രൂപയോളമാണ്. നോക്കൂ, ഈ ഒരു ഡിഫറെന്റ് സ്ട്രാറ്റജി ഉപയോഗിച്ച്, 3 തരത്തിലുള്ള ഡിഫറെന്റ് സ്ട്രാറ്റജി ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് മികച്ച വരുമാനം പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ നിന്നും ലഭിക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഈ ഒരു ടേബിൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, അതൊരു ടേബിൾ ആയിട്ട് നമ്മളൊന്ന് വെച്ച് നോക്കുന്നു. ഇതിലെ സ്ട്രാറ്റജി, ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്, അക്കൗണ്ട് ബ്രേക്ക് ഡൗൺ, മന്ത്ലി ഇൻകം ബ്രേക്ക് ഡൗൺ, ടോട്ടൽ മന്ത്ലി സാലറി വരുമാനം, ടോട്ടൽ 5 ഇയേഴ്സ് പ്രോഫിറ്റ്, 5 വർഷത്തേക്കുള്ള മൊത്ത വരുമാനം. അതായത് ആദ്യത്തെ ഓപ്ഷനിൽ നമ്മൾ നിക്ഷേപിക്കുന്നത് 30 ലക്ഷം രൂപ 2 ജോയിന്റ് അക്കൗണ്ട് ആയിട്ട്, അതായത് 15 ലക്ഷം + 15 ലക്ഷം. സോ മന്ത്ലി ഇൻകം ബ്രേക്ക് ഡൗൺ പറയുന്ന സമയത്ത് 9,250 + 9,250 ഈസ് 18,500 രൂപ. 5 വർഷത്തേക്ക് ലഭിക്കുന്ന തുകയോ 11,10,000 രൂപ. രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 33 ലക്ഷം രൂപയാണ്. അത് ഒരു ജോയിന്റ് അക്കൗണ്ടും 2 ഇൻഡിവിജ്വൽ അക്കൗണ്ടും. 15 ലക്ഷം രൂപയുടെ ഒരു ജോയിന്റ് അക്കൗണ്ട്, 9 ലക്ഷം രൂപയുടെ 2 ഇൻഡിവിജ്വൽ അക്കൗണ്ട്. സോ പ്രതിമാസ വരുമാനത്തിന് ഒരു ബ്രേക്ക് ഡൗൺ എങ്ങനെയാണ് വരുന്നത്? 9,250 + 5,550 + 5,550. സോ ടോട്ടൽ മന്ത്ലി സാലറി എത്രയാണ്? 20,350 രൂപ. അത് 5 വർഷത്തെ പ്രോഫിറ്റ് ആയിട്ട് നോക്കുമ്പോൾ 12,21,000 രൂപയാണ് വരുന്നത്. ഇനി ഓപ്ഷൻ 3, മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടോട്ടൽ 36 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു എന്ന് വിചാരിക്കുക. അതായത് 4 ഇൻഡിവിജ്വൽ അക്കൗണ്ട് 9 ലക്ഷം രൂപയുടെ. സോ പ്രതിമാസ വരുമാനം എന്ന് പറയുന്നത് 5,550 ഗുണം 4, 22,200 രൂപ ഒരു വീട്ടിലേക്ക് 4 പേരിലേക്കും എത്തുന്നു. സോ ടോട്ടൽ 5 വർഷത്തേക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 13,32,000 രൂപ. സോ ഇതിന് ടാക്സ് പരമായ കാര്യം നോക്കുന്ന സമയത്ത് പോമിസിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ടാക്സബിൾ ആണ്. പക്ഷെ എന്നിരുന്നാലും പോസ്റ്റ് ഓഫീസിൽ നിന്നും TDS ഒന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടുമായിട്ട് ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിനകത്ത് ടാക്സബിൾ അല്ലെങ്കിലും 15 വർഷത്തെ ഒരു ലോക്കിംഗ് പീരീഡ് ഉണ്ട്. ഒരു 30 വയസ്സിലെ ഒരാൾ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക്
15 വർഷം കഴിഞ്ഞാലേ, അതായത് അയാൾക്ക് 45 വയസ്സ് കഴിയുന്ന സമയത്ത് മാത്രമേ അയാൾക്ക് ഈ ഒരു എമൗണ്ടിന്റെ ബെനിഫിറ്റ് തിരികെ ലഭിക്കുകയുള്ളൂ. പക്ഷേ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ 5 വർഷത്തേക്ക് മാത്രമാണ് നമ്മൾ നമ്മുടെ എമൗണ്ട് ലോക്ക് ചെയ്യുന്നത്. മാത്രമല്ല എല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വരികയും ചെയ്യുന്നു. സോ ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റു ചില നിയമങ്ങൾ എന്ന് പറയുന്നത് ഇത് 5 വർഷത്തേക്കുള്ള ഒരു നിക്ഷേപ പദ്ധതി മാത്രമാണ്. അതിനുശേഷം വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും അതിനകത്തുണ്ട്. അതുപോലെ തന്നെ പ്രീ മെച്യൂർ വിഡ്രോൾ നടത്തുന്ന സമയത്ത്, അതായത് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി 3-ാം വർഷത്തിൽ നിങ്ങൾ പണം പൂർണ്ണമായിട്ടും പിൻവലിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന സമയത്ത് 2% പെനാൽറ്റി നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. 3 വർഷത്തിനും 5 വർഷത്തിനും ഇടയിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നിർത്തുന്നത് എങ്കിൽ 1% പെനാൽറ്റിയും കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം അക്കൗണ്ട് നിങ്ങൾ ഒരു പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്താൽ മതി. എല്ലാ മാസവും കൃത്യമായിട്ട് പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. വളരെ സേഫ് ആയിട്ടുള്ള, വളരെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ 100% ഗ്യാരണ്ടി ഉള്ള ഒരു ഇൻകം സ്കീമാണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി. സോ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത് എങ്ങനെയാണ് കുറച്ച് സ്ട്രാറ്റജിക്കലി ചിന്തിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ഏർണിംഗ്സ് പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതിയിൽ നിന്നും ഉണ്ടാക്കാം എന്നതാണ്. നിങ്ങൾക്ക് കുറച്ച് അധികം പണം നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷേ ആ പണം ചുമ്മാ ബാങ്കിൽ കിടക്കുകയാണ്, അതിൽ നിന്ന് വളരെ തുച്ഛമായ പലിശ മാത്രമാണ് ലഭിക്കുന്നത് എന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ആലോചിക്കാവുന്നതാണ്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു പെൻഷൻ ഫണ്ട് എന്ന പോലെ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ടും ഒരു ടാക്സ് ഫ്രീ ഗിഫ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് എഴുതാവുന്നതാണ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.